മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ വഖഫ് സംരക്ഷണ വേദി നൽകിയ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സർക്കാർ നൽകിയ തടസ്സ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് മനോജ് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് വഖഫ് സംരക്ഷണ വേദിയുടെ ആവശ്യം. ഇതിന്റെ വിശദാംശങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, നമുക്കറിയാം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കേസാണ്. ഇന്ന് വഖഫ് സംരക്ഷണ വേദി സുപ്രീം കോടതിയിൽ എന്തായിരിക്കും ആവശ്യപ്പെടുക? ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഒരു തടസ്സ ഹർജിയും ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ എങ്ങനെയായിരിക്കും ഇന്ന് സുപ്രീം കോടതി ഇത് പരിഗണിക്കുക? അമ്പിളി, ഗുഡ് മോർണിംഗ്. മുനമ്പത്തെ കേസ് ഒരുപക്ഷെ ആ പ്രശ്നം ഒരു പരിഹാരത്തിലേക്ക് എത്തിയെന്ന് വിലയിരുത്തുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പ്രശ്നം ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ഇതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാരാണ് മുനമ്പത്തെ ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ അടങ്ങുന്ന സി എൻ രാമേന്ദ്രൻ നായരെ ഇതിന് ചുമതലയ്ക്ക് സമിതിക്ക് രൂപം നൽകുന്നത്. അതിൻ്റെ അകത്ത് കാര്യങ്ങൾ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അത്തരമൊരു കമ്മീഷനെ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത്. ഈ കമ്മീഷന്റെ നിയമനത്തിനെതിരെയാണ് ഈ സംരക്ഷണ വേദി ആദ്യം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ആ കമ്മീഷന്റെ നിയമനം പരിശോധിച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ആ ഭൂമി വഖഫിൻ്റെതല്ല എന്നൊരു നിലപാടിലേക്ക് വഖഫിൻ്റെതാണെന്ന തരത്തിലേക്ക് ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഈ കമ്മീഷന്റെ തീരുമാനം റദ്ദാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയൊക്കെ ചെയ്യുന്നത്. ഇത് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നു. അങ്ങനെയാണ് ഈ കമ്മീഷൻ നടപടിയുമായി മുന്നോട്ട് പോകട്ടെ എന്നും ഭൂമി വഖഫിൻ്റെതല്ല എന്ന നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുകയും ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ സംരക്ഷണ വേദി സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഹർജി സുപ്രീം കോടതിയിൽ ഈ സംരക്ഷണ വേദി സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് ഹൈക്കോടതിക്ക് മുൻപിലുണ്ടായിരുന്ന ഏക ചോദ്യം എന്ന് പറയുന്നത് ഈ കമ്മീഷന്റെ നിയമന സാധ്യത മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഹൈക്കോടതി സ്വമേധയാ കേസിൽ ഇടപെട്ടു വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭൂമി സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുത്തത്. അത് അംഗീകരിക്കാനാകില്ല, അത് റദ്ദാക്കണം എന്നുള്ളതാണ് ഈ സംരക്ഷണ വേദിയുടെ അതേ ആവശ്യം. അതേസമയം തന്നെ സംസ്ഥാന സർക്കാരും നിലവിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടെന്ന നിലത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ ഹർജി തള്ളണമെന്ന് ആവശ്യപ്പെട്ട് തടസ്സ ഹർജിയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതിയിലും സംസ്ഥാന സർക്കാർ നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്ന് പറയുന്നത് ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. ആ കമ്മീഷന്റെ കാര്യത്തിൽ മാത്രമാണ് സംസ്ഥാന സർക്കാർ നിലപാടെടുക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ സുപ്രീം കോടതിയിൽ ഇനി ഭൂമി സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ ആ പ്രശ്നങ്ങൾ പരിഹാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ കരമടക്കാനുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ അറിയിക്കുകയൊക്കെ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഈ സംരക്ഷണ വേദിയുടെ ഹർജിക്ക് അപ്പുറത്തേക്ക് മുനമ്പം ഭൂമി വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് സംരക്ഷണ വേദിയുടെ വാദം എന്ന് പറയുന്നത് മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വഖഫിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം വഖഫ് ട്രൈബ്യൂണലിലാണ്. ആ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഹൈക്കോടതി സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെടുന്നത്? അത് അധികാരങ്ങൾ ഉപയോഗിച്ചുള്ള ഇടപെടൽ മാത്രമായി തന്നെ കണക്കാക്കണമെന്നൊക്കെയാണ് ഈ സംരക്ഷണ വേദിയുടെ അവകാശവാദം. ഇക്കാര്യത്തിൽ ഈ സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാർ എന്ത് നിലപാട് ഭൂമിയുടെ കാര്യത്തിൽ എടുക്കും, ഒപ്പം തന്നെ ഈ തടസ്സ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് ഇന്ന് നമുക്ക് അറിയാനുള്ളത്. അമ്പിളി, ശരി. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് വഖഫ് സംരക്ഷണ വേദി നൽകിയ അപ്പീൽ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുക. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. സുപ്രീം കോടതിയിൽ നിന്ന് എന്ത് നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെ പ്രശാന്ത്.